നമ്മളിപ്പോൾ ഒരു വ്യവസായ ഏതൊരു വ്യവസായ സ്ഥാപനമാണെങ്കിലും അത് പൂട്ടിപ്പോകുന്നതിൽ നമുക്ക് എല്ലാവർക്കും സങ്കടം തന്നെയാണ്. പക്ഷേ ഒരു സ്ഥാപനം എന്തുകൊണ്ട് പൂട്ടിപ്പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ. ഒരു സ്ഥാപനം അത് നടത്തേണ്ട രീതിയിൽ നടത്തുക എന്നുള്ളതാണ്. അത് അല്ലാതെ വരുമ്പോഴാണ് ഇതിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ 20 ടൺ കോഴിമാലിന്യം സംസ്കരിക്കാനുള്ള ലൈസൻസാണ് ഇവർക്കുള്ളത്. പക്ഷേ അവിടെ 200 ടണ്ണോളം സാധനങ്ങൾ കൊണ്ടുവന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മലിനീകരണം ആ പരിസരത്തൊക്കെ ഉണ്ടാകും. ഇത് 3-4 പഞ്ചായത്തുകളുടെ ഒരു അതിർത്തി പ്രദേശമാണ്. താമരശ്ശേരി, കട്ടിപ്പാറ, ഓമശ്ശേരി, കോടഞ്ചേരി ഈ പഞ്ചായത്തുകളുടെ ഒരു അതിർത്തി പ്രദേശമായിട്ടാണ് സ്ഥലം നിൽക്കുന്നത്. ഒരുപാട് ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. അപ്പം ഇതിൻ്റെ മാലിന്യം എന്ന് പറയുന്നത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സ്മെല്ലാണ്. അത് അവിടെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദുർഗന്ധം ഏത് സമയത്തും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുക? നമ്മൾ അത്രയും കാലം ജീവിച്ച ഒരു പ്രദേശത്ത് ഇങ്ങനൊരു സ്ഥാപനം വരുന്നു, അവർക്കൊരു ലൈസൻസ് ഉണ്ട് എന്നതിൻ്റെ ഒറ്റ പേരിൽ അവർ ഈ തോന്നിവാസം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതിഷേധിക്കുമല്ലോ. ആ പ്രതിഷേധം കൃത്യമായി നമ്മൾ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വയം അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് ഈ അന്നത്തെ ആ സമയത്തെ ഭരണകൂടം ചെയ്തൊരു കാര്യമുണ്ട്. ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ജനങ്ങൾ വീണ്ടും സമരം നടത്തേണ്ടി വരിക, അവസാനം കുറച്ച് അക്രമാസക്തമായ സമരത്തിലേക്ക് ജനങ്ങൾക്ക് പോകേണ്ടി വരിക. ഇത് പലപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ അതിൽ അനുഭവപൂർവമായ പ്രതികരണം ഉണ്ടായി ഇത് പൂട്ടുകയും ചെയ്തു. ജനകീയ സമരങ്ങൾ, ന്യായമായ ആവശ്യങ്ങളുടെ പേരിലുള്ള ജനകീയ സമരങ്ങൾ വിജയിക്കുക എന്നുള്ളത് ഈ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അടുത്ത കാലത്തൊന്നും അങ്ങനെയുള്ള സമരങ്ങളൊന്നും വിജയിക്കുന്നില്ല, ഈ ഡൽഹിയിലെ ജന്തർ മന്തർ സമരം ഒഴിച്ച്. അപ്പോൾ ഈ ഒരു സമരം വിജയിച്ചതിൽ ആ തരത്തിലൊരു ആഹ്ലാദം കൂടി എനിക്കുണ്ട്.